വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളുമായി സംസാരിച്ചത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായം എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സാധ്യമായ തിരച്ചിൽ ദുരന്തബാധിത പ്രദേശത്ത് നടത്തുമെന്ന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയാണ്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള 91 ക്വാർട്ടേഴ്സുകൾ നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസമാണ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. അതിനുശേഷം നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശരീരഭാഗങ്ങൾ കൂടി ചേർത്ത് 420 പോസ്റ്റ്മോർട്ടമാണ് ഇതുവരെ നടത്തിയതെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഇന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? പ്രവിധ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അത് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിലവിൽ ഈ കൃത്യമായ കണക്ക് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. സ്ഥിരീകരിച്ച മരണം എന്ന നിലയിൽ പറയാനാവുന്നത് 220 മരണങ്ങൾ മാത്രമാണ്. അതിനുശേഷമുള്ള മരണങ്ങൾ 195 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ 195 പേരുടേതാണ് എന്ന് പറയാൻ കഴിയില്ല. അത് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചതാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷമാകും ആ കണക്കിൽ അന്തിമമായൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ 420 പോസ്റ്റ്മോർട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ മറ്റന്നാൾ സന്ദർശനം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് അറിയിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, സന്ദർശനത്തെ തുറന്ന മനസ്സോടുകൂടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ എത്തുന്നത് സംസ്ഥാനത്തിന് ഗുണമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമെന്നാണ് കരുതുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, ഇതിൽ കേന്ദ്രം നിലവിൽ അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കേന്ദ്രം സ്വീകരിച്ച നിലപാടിനും സഹായത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുമുണ്ട്. അതിനും അനുകൂല സമീപനമാണ്. 9 അംഗ സമിതിയെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കാണുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.